റൗണ്ട് 32-ലെ 12-ാം മത്സരത്തിൽ നാളെ രാവിലെ 4:30 AM DR കോങ്കോയോട് 1-1 സമനില വഴങ്ങി ഉസ്ബെക്കിസ്ഥാൻ 5-0 കടപുഴക്കി. പിന്നീട് ശക്തരായ കൊളംബിയയോട് 0-0 മുട്ടുമടക്കി ഗ്രൂപ്പ് കെയിലെ റണ്ണേഴ്സായി വരുന്ന ഫുട്ബോളിലെ സിംഹരാജാവ്, കംബാക്കുകളുടെ നേരവകാശി, എഴുതിത്തള്ളാൻ പറ്റാത്ത പ്രതിഭയുടെ വിളയാട്ട് 41-കാരൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. ശക്തരായ ഇംഗ്ലണ്ടിനോട് ആദ്യ മത്സരത്തിൽ 4-2 കീഴടങ്ങിയെങ്കിലും പിന്നീട് പനാമയെ 1 ഗോളിനും ആഫ്രിക്കൻ കരുത്തരായ ഘാനയെ 2-1 കീഴടക്കി ഗ്രൂപ്പ് എൽ റണ്ണേഴ്സപ്പായി വരുന്ന 40-കാരൻ ദ മിഡ്ഫീൽഡ് ജനറൽ സാക്ഷാൽ ലൂക്ക മോഡ്രിച്ചിന്റെ ടീം ക്രൊയേഷ്യയെ നേരിടുന്ന പ്രവചനം കടുപ്പമേറിയ തീപ്പാറും മത്സരത്തിൽ നമ്മുടെ പ്രവചന സിംഹം മൈമൂന ആരോടൊപ്പം? ബ്രൂണോ ഫെർണാണ്ടസും വിട്ടീഞ്ഞയും ജാവോ നെവസും ബെർണാഡോ സിൽവയും അടങ്ങിയ ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് എന്നറിയപ്പെടുന്നവർ സിംഹരാജാവിന് ഗോളവസരവും ദ ലെജൻഡറി സെലിബ്രേഷനുമുള്ള വഴിയും ഒരുക്കുമോ? അതോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജോസ്കോ ഗ്വാഡിയോളും മാറ്റിയോ കൊവാസിച്ചും പിന്നെ അജാക്സിന്റെ ജോസ്കോ സുട്ടാലോയും ആൻഡ്രേജ് ക്രമറിക്കും അടങ്ങിയ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം എന്നും കുത്തകയാക്കിയ ലൂക്ക മോഡ്രിച്ചിനാവുമോ ഇന്നത്തെ അവസാന പുഞ്ചിരി? മൈമൂന ഒരു പ്രവചനത്തിന് മുതിരുന്നില്ല. കഴിഞ്ഞ പോർച്ചുഗൽ കൊളംബിയ മത്സരത്തിൽ കൊളംബിയക്കൊപ്പം നിന്ന് കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവണമെന്ന് കൊതിച്ച മൈമൂനക്ക് CR7നോടും പോർച്ചുഗലിനോടും ഒരു ഇഷ്ടക്കുറവുണ്ടോ? ഇല്ല, മൈമൂന മുന്നോട്ട് തന്നെ നീങ്ങുന്നു. യെസ്, മൈമൂന ഇന്ന് പോർച്ചുഗലിനൊപ്പം തന്നെ. വാശിയേറിയ തീപാറുന്ന മത്സരത്തിനൊടുവിൽ അവസാന പുഞ്ചിരി. ഇതിലും വലിയ വീഴ്ചകളിൽ നിന്ന് പൊരുതിക്കയറിയ, പോരാട്ടങ്ങളുടെ ചോരച്ചാലുകൾ നീന്തിക്കയറിയ കംബാക്കുകളുടെ പര്യായം 41-ന്റെ യുവത്വം സാക്ഷാൽ CR7നും കൂട്ടർക്കുമായിരിക്കുമെന്ന് മൈമൂന. NB, മൈമൂനക്ക് സ്ഥിരമായ ഇഷ്ടാനിഷ്ടങ്ങളില്ല തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്.